നമ്മൾ അടിപൊളിയായിട്ട് എഴുതി ഫുൾ സെറ്റായിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ റിലാക്സേഷനിലായിരുന്നു. അപ്പോൾ ഇനി നമുക്കുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ് അല്ലേ. അപ്പോൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ടൊന്ന് എഴുതിയാലാണ് നമുക്ക് അതിൻ്റെ ഒരു ക്രിസ്മസ് വെക്കേഷനൊക്കെ സെറ്റായിട്ട് മനസ്സമാധാനത്തോടു കൂടി നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഇതുവരെ എന്തൊക്കെയാണ് നമുക്ക് അതിലുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊന്നും നമുക്കൊരു ക്ലാരിറ്റി ഇല്ല അല്ലേ. അപ്പോൾ ഇതുവരെ നമുക്ക് അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഏകദേശം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടാവാം എന്നുള്ള ഒരു രീതിക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഗവൺമെൻറ് ഒരു സ്കീം ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ഏകദേശം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരിക്കാം എന്ന് നമുക്ക് പറയാം. പക്ഷേ ഒരിക്കലും ഇതെന്തല്ല, ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല. നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആക്കാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. സോ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണാം. അതിന് മുന്നേ മിസ് ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ക്ലാസ് 7 സൃഷ്ടി ബാച്ച്. ഓക്കെ, സൃഷ്ടി ബാച്ചിൽ ഇപ്പോഴും ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് മക്കളോട് മിസ് പറയാണതാ, ഇപ്പോഴും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ക്രിസ്മസ് എക്സാമും നമ്മുടെ ലാസ്റ്റ് എക്സാമും നമുക്ക് അടിപൊളിയായിട്ട് എഴുതാ. ഇപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് സെറ്റായിട്ട് നമ്മുടെ എക്സാമിനർ ഫാമിലിൻ്റെ കൂടെ പഠിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന നിങ്ങളുടെ എല്ലാ ഫേവറേറ്റ് ഫാക്കൽറ്റീസും നിങ്ങളുടെ അടുത്തേക്ക് ഓരോ ചാപ്റ്റേഴ്സും ആയിട്ട് വരുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മാത്രം മതി, നമ്മളുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് തരുന്ന ഓരോ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് ഒക്കെ കാണുമ്പോൾ ചെറിയ സംശയങ്ങൾ തോന്നുന്നതിന് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസുകൾ ഉണ്ടാവും. ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു ഹോൾ പാക്കേജ് ആണ് നമ്മുടെ സൃഷ്ടി ബാച്ച് എന്ന് പറയുന്നത്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മുടെ സൃഷ്ടി ബാച്ചിലുള്ള മക്കളൊക്കെ ഈ ഇത്രയും പറയുന്ന പവറൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ അവർക്കറിയാം എത്ര പവർഫുൾ ആണ് നമ്മുടെ ഈ ഒരു സൃഷ്ടി ബാച്ച് എന്നുള്ളത്. സോ ആ പവർഫുൾ ആയിട്ടുള്ള ബാച്ചിലേക്ക് നിങ്ങൾക്ക് കൂടി വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. ഓക്കെ, റെഡി? അപ്പോൾ മിസ് തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. സോ നമ്മൾ ഈ ഒരു വീഡിയോ മക്കളെല്ലാവരും ലാസ്റ്റ് വരെ കാണാം. സോ മിസ് ഇവിടെ കുറച്ച് നമ്മൾ ഓരോ സബ്ജക്റ്റുകളിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരിക്കാം നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവുക എന്നുള്ളൊരു ടെൻറ്റേറ്റീവ് സംഭവം മിസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മിസ് ഒന്നുകൂടി പറയാണ്, ദിസ് ഇസ് നോട്ട് എൻ ഒഫീഷ്യൽ ഇൻഫർമേഷൻ. ഓക്കെ, റെഡി? ഫസ്റ്റ് വരുന്നത് നമ്മുടെ മലയാളം ഫസ്റ്റ് ആണ്. മലയാളം ഫസ്റ്റിനകത്ത് അതായത് നമ്മുടെ കേരള പാഠാവലിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 യൂണിറ്റ് ആണ്. സ്വപ്നങ്ങൾ, വാക്കുകൾ, ഉണർവിൻ്റെ പാതയിൽ എന്ന് പറഞ്ഞ 2 യൂണിറ്റുകളാണ് വരുന്നത്. സോ ഈ യൂണിറ്റുകൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ചാപ്റ്റർ, അതായത് ഈ ലാസ്റ്റ് വൺ, ഈ നമ്മുടെ ഉണർവിൻ്റെ പാതയിൽ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ലാസ്റ്റ് ചാപ്റ്റർ ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, അല്ലെങ്കിൽ പകുതി ആയിരിക്കാം, അങ്ങനെ വരാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓണം എക്സാമിന് ചിലപ്പോൾ ഏതെങ്കിലും ചാപ്റ്റേഴ്സൊക്കെ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചാപ്റ്ററൊക്കെ പകുതിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. സോ അതിൻ്റെ ബാക്കി പകുതി എന്തായാലും ഈ ഒരു എക്സാമിലേക്ക് ഉണ്ടാവും എന്നുള്ളത് എൻ്റെ മക്കളൊന്ന് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അടുത്ത നമ്മുടെ അടിസ്ഥാന പാഠാവലിയിൽ നോക്കുകയാണെങ്കിൽ ചിറകുള്ള ചിത്രങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സ് വരുന്നത്. സോ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ പീച്ച് പൂന്തോട്ടത്തിലായിരിക്കാം ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്. പക്ഷെ എന്തായാലും അതുവരെയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് തന്നെ പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് ആണെങ്കിൽ മാൻ ആൻഡ് മീഡിയ, റിതം ഓഫ് ലൈഫ്, ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, ഇത്രയുമാണ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ബേസിക് സയൻസിൽ നോക്കുകയാണെങ്കിൽ ത്രൂ ദ എലിമെന്ററി കനാൽ, വെൻ കറന്റ് ഫ്ലോസ്, ഫോർ എ പൊല്യൂഷൻ ഫ്രീ നേച്ചർ, പ്രഷർ ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്, ഇത്രയും ചാപ്റ്റേഴ്സ് ആവാം നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ നമ്മുടെ പ്രഷർ ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, അല്ലെങ്കിൽ പകുതി ആയിരിക്കാം. ഓക്കെ, അത് നമുക്ക് എന്തായാലും എക്സാമിനോട് അടുത്ത് നമുക്ക് ആ ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പക്ഷേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാത്സ് ആണ്. നമുക്കിതാ 1, 2, 3, 4, 5, 6 ചാപ്റ്റേഴ്സ് ആണ് മാത്സിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അത് നമുക്ക് സെറ്റാക്കാം. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. മണി മാത്തിനാണ് നമുക്കൊരു സംശയമുള്ളൂ. അപ്പോൾ ആ മണി മാത്ത് എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ പകുതിയാണോ എന്നുള്ളത് നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു സർക്കുലർ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പിടികിട്ടും. ദെൻ നമ്മുടെ സോഷ്യൽ സയൻസിൽ നിന്ന് ഇത്രയുമാണ്. നിങ്ങൾക്ക് 1, 2, 3, 4, 5 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഗാന്ധി ആൻഡ് ദ ഫ്രീഡം സ്ട്രഗിൾ വരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ഹിന്ദിയിൽ നിന്നും ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 7ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതൊക്കെയാണെന്നാണ്. സോ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. നമ്മുടെ കയ്യിൽ ഒരുപാട് സമയം ഇനിയുണ്ട്, നമ്മൾ ലേറ്റ് ആയിട്ടില്ല അല്ലേ. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾക്കിത് പറ്റുമോ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടോ? സംശയത്തിന് ഒന്നും ആവശ്യമില്ല, എന്തായാലും പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്കൽറ്റീസ് ഓരോരുത്തരും ഇവിടെ ഉള്ളത്.
എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്രയും സ്ട്രഗിൾ എടുത്ത് അത്രയും ഡെഡിക്കേഷനോടുകൂടി ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് ഫുൾ സെറ്റാക്കാൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മാത്രം മതി, കറക്റ്റ് നമ്മുടെ ഓരോ ദിവസത്തെ ലൈവിൻ്റെ സമയത്ത് നിങ്ങൾ നമ്മുടെ ചാനലിൽ ഒന്ന് വന്നിരുന്നാൽ മാത്രം മതി. ഓരോ ചാപ്റ്ററുകളും സെറ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കും. ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും നമ്മുടെ ചാനലിനെ പറ്റിയിട്ട് ഉള്ള ആ ഒരു പവർ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാം. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും മാർക്ക് കിട്ടട്ടെ. സോ ആ ഒരു ക്രിസ്മസ് എക്സാം നിങ്ങൾ ഫുൾ സെറ്റായിട്ട് ഫുൾ കോൺഫിഡൻസോട് കൂടി തന്നെ നമ്മുടെ എക്സാം ഹാളിൽ പോയി ഇരിക്കും എന്നുള്ളത് മിസ്സിന്റെ വാക്കാണ്, എക്സാം വിന്നറിന്റെ വാക്കാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളെ കൂടെ ഒന്ന് കട്ടക്ക് നിന്നാൽ മാത്രം മതി. ഓരോ ദിവസവും നമ്മുടെ ലൈവിന്റെ കറക്റ്റ് സമയത്ത് നിങ്ങളൊന്ന് ചാനലിൽ വന്നിരുന്ന ആ ഒരു ലൈവ് മുഴുവനായിട്ട് കണ്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ യെസ് മിസ് ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ എന്നൊന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ഒരുമിച്ച് പഠിച്ച് തകർക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും സെറ്റായിട്ട് മാർക്ക് വാങ്ങാൻ റെഡി ആയിട്ട് ഇരുന്നോളൂ. നമ്മുടെ ക്രിസ്മസ് എക്സാം നമുക്ക് അടിച്ചു പൊളിച്ച് ക്രിസ്മസ് വെക്കേഷൻ അടിച്ചു പൊളിക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.